ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള സ്വപ്നം കണ്ട് പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന മക്കളോടും അവരുടെ പാരൻസിനോടും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആൾറെഡി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു എഞ്ചിനീയർ ആവണം ഭാവിയിൽ, അല്ലേ? പക്ഷെ എഞ്ചിനീയർ ആവണം എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ടാവും, അല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുന്നുണ്ടാവും. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പലപ്പോഴും ഉത്തരം കിട്ടാത്ത, ആരോട് ചോദിക്കണം എന്നറിയാത്ത കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എഞ്ചിനീയർ ആവണം എന്നാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ചിലപ്പോൾ നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്നൊരു ബിടെക് ഡിഗ്രി എടുത്താൽ മതി, +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. വളരെ എളുപ്പമാണല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ ഉള്ള ജോലിയെക്കുറിച്ചും അവരുടെ ആനുവൽ ഇൻകത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ആനുവൽ ഇൻകമോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഒന്നും, അല്ലെങ്കിൽ അവർ ഡിസർവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ജോലിയോ ആനുവൽ ഇൻകമോ ഒന്നും അതിൽ പലർക്കും ഇല്ല. അതെന്തുകൊണ്ട് അവർക്ക് ഇല്ലാതെ പോയതെന്നറിയാവോ? അവർ ചൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നമായിരുന്നു, അവർ പഠിച്ച കോളേജിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ഒരു കോഴ്സ് ചെയ്യുമ്പോഴും, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്, സ്ഥാപനത്തിന്, കോളേജിന് നിങ്ങളുടെ ഭാവിയിൽ വലിയ ഒരു റോള് വഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NITകൾ, IITകൾ, IIITകൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റിന് കിട്ടുന്ന ഒരു എക്സ്പോഷറോ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ പഠനാന്തരീക്ഷമോ ഒന്നും മറ്റ് സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ലഭിക്കുകയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ സ്ഥാപനങ്ങളൊക്കെ പഠിച്ച ആളുകൾക്ക് എന്താണ് ഇത്ര വലിയ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്ന്, നമ്മളെപ്പോഴും ഒരു പ്രൊഫഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കരിയർ സെറ്റാക്കാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്, അല്ലേ? അതിന് നമുക്കൊരു നല്ല ജോലി വേണ്ടേ? മികച്ച പേയ്മെൻ്റ് ഉള്ള ഒരു നല്ല ജോലി വേണം. ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി സുരക്ഷിതമാണ്. കാരണം നിങ്ങളുടെ അവസാന വർഷം നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് പ്ലേസ്മെൻറ്റുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ലോകത്തെ ആഗോള ഭീമന്മാരായിട്ടുള്ള വലിയ കമ്പനികളാണ്. ഓഫർ ചെയ്യപ്പെടുന്നത് ലക്ഷങ്ങൾ ആനുവൽ പേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അല്ലേ? ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA നടത്തുന്ന JEE എക്സാം ക്രാക്ക് ചെയ്യണം. JEE എക്സാം എന്ന് പറയുന്ന 2 തരം JEE എക്സാമുകളുണ്ട്. JEE മെയിനും ഉണ്ട്, JEE അഡ്വാൻസും ഉണ്ട്. ജനുവരിയിലും ഏപ്രിലും നടക്കുന്ന 2 ഫേസുകളിലായിട്ടാണ് JEE മെയിൻ എക്സാം നടക്കുക. ഈ JEE മെയിനിലെ നിങ്ങളുടെ സ്കോറായിരിക്കും NITകളിലേക്കുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതേസമയം JEE മെയിനിൽ നിങ്ങളുടെ സ്കോർ അനുസരിച്ച് JEE അഡ്വാൻസ്ഡ് നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ ആ JEE അഡ്വാൻസ്ഡ് എഴുതി നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ വെച്ചുകൊണ്ടാണ് IITകളിലേക്കുള്ള നിങ്ങളുടെ അഡ്മിഷൻ നടക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന ഒരു എഞ്ചിനീയർ ആകണമെങ്കിൽ, നമ്മുടെ കരിയർ സെറ്റാക്കാൻ കഴിയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ JEE ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, എപ്പോഴാണ് നമ്മൾ ഈ JEEക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് നൗ, ഇപ്പോഴേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതെന്തിനാണ് സാർ +1 മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം ഞങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് കയറാൻ പോകുന്നല്ലേ ഉള്ളൂ, അല്ലേ? കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, +1 എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +1ൽ പഠിക്കാനുള്ള കാര്യങ്ങളിലും ടെക്സ്റ്റ് ബുക്കുകളിലും അതിലെ കണ്ടന്റിലും ചാപ്റ്ററുകളുടെ ഡെപ്തിലും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു സമയമെടുത്ത് പതിയെ +2 കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോരാ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ JEE മെയിൻ എഴുതാൻ 3 അവസരങ്ങളേ ഉള്ളൂ. അതിലൊന്ന് നിങ്ങളുടെ +2 ബോർഡ് എക്സാം എഴുതുന്ന 2027 പിന്നെ തൊട്ടടുത്ത 2 വർഷം. JEE അഡ്വാൻസ് എഴുതാൻ, അതായത് IITകളിലേക്ക് എത്തണമെങ്കിൽ 2 അവസരമേ ഉള്ളൂ. അതിലൊന്ന് 2027 നിങ്ങൾ എഴുതുന്ന ബോർഡ് എക്സാമിനൊപ്പമാണ്, 2 തൊട്ടടുത്ത വർഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും +2 ബോർഡ് എക്സാമിനൊപ്പം JEE എഴുതേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. കാരണം എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കുന്ന നിങ്ങളുടെ ഒരു അവസരമാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ +1 ക്ലാസ്സുകൾ തുടങ്ങുന്ന
ആ ദിവസം മുതൽ നിങ്ങൾ ജെയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൂടി ആരംഭിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കാരണം രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നമല്ലേ, അല്ലേ? അങ്ങനെയൊക്കെ കുറേ ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ +1 +2 സിലബസ് എന്ന് പറയുന്നത് NCERT സിലബസ് ആണ്. ജെയുടെ സിലബസ് എന്ന് പറയുന്നതും NCERT സിലബസ് ആണ്. പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ കൺസെപ്റ്റ്, അതേ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ലെവലിൽ ചിന്തിച്ച് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് +1ലും +2ലും ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണോ അതുപോലെയല്ല കോമ്പറ്റീറ്റീവ് പരീക്ഷകളായിട്ടുള്ള ജെയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒരേ കൺസെപ്റ്റിൽ നിന്ന് ബോർഡ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, കോമ്പറ്റീറ്റീവ് പരീക്ഷയായിട്ടുള്ള ജെയുടെ ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് +1ൻ്റെ സിലബസിനൊപ്പം അതുപോലെ തന്നെ +2ൻ്റെ സിലബസിനൊപ്പം ജെയുടെ പ്രിപ്പറേഷൻ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ലേറ്റ് ആവരുത്. +1 ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മക്കളെ നിങ്ങൾക്ക് വളരെ ഈസിയായി ജെയുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് കഴിയില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +2 ബോർഡ് എക്സാം കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. കാരണം +1നും +2നും നമുക്കത് പോസിബിൾ ആവുമെങ്കിൽ ഒരു വർഷം നമ്മളതിനു വേണ്ടി ഒരിക്കലും മാറ്റിവെക്കേണ്ടതില്ല. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സൈലം നിങ്ങൾക്കൊപ്പം ഉണ്ട്. അതിനുവേണ്ടിയാണ് സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബാച്ചായിട്ടുള്ള കിങ്സ് 11 ബാച്ച് എന്ന് പറയുന്നത്. അതായത് ബോർഡ് എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിനൊപ്പം തന്നെ ജെയ്ക്ക് വേണ്ടി കൂടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുകൊണ്ട് ബോർഡ് എക്സാമിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. നമുക്കറിയാം +2 ബോർഡ് എക്സാമുകളൊക്കെ ടഫായി വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. അപ്പോൾ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം +2 ബോർഡ് എക്സാം വളരെ എളുപ്പമായിരിക്കും. അത് എത്രത്തോളം ടഫ് എക്സാം ആണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമായിരിക്കും, നിങ്ങൾ ജെയ്ക്ക് വേണ്ടി കൂടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ. സോ എല്ലാവരെയും ഞാൻ കിങ്സ് 11 ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട ഒരു എഞ്ചിനീയറിംഗ് ബിരുദം ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാവട്ടെ. നിങ്ങളുടെ കരിയർ സെറ്റാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.